ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. പുറത്ത് പോകാൻ വേണ്ടി നമുക്കൊന്ന് റെഡി ആയാലോ? എൻ്റെ പിരികം നല്ലപോലെ വളർന്നു നിൽക്കുമായിരുന്നു. സോ നമുക്കൊന്ന് പിരികം എടുക്കാം. ഞാൻ ബ്ലേഡ് ഉപയോഗിച്ചാണ് പിരികം എടുക്കാറുള്ളത്. ഞാൻ ബ്യൂട്ടി പാർലറൊന്നും പോയി ക്യാഷ് കളയാറില്ല. സോ സെൽഫായിട്ടാണ് എല്ലാം ചെയ്യാറുള്ളത്. ആകെ ഒരു തവണയോ മറ്റോ എങ്ങാണ്ട് പോയിട്ടുണ്ട്. ഈ ബ്ലേഡിൻ്റെ ആ അരികു വെച്ചിട്ട് ഇങ്ങനെ ഷെയ്പ്പാക്കി കൊടുക്കണം. പതുക്കെ, ഒരുപാട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, പതുക്കെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അതിൻ്റെ ആ മുകളിൽ നിന്ന് താഴേക്കും ആ ഒരു എൻഡ് വരെ, നമ്മൾ എവിടെ വരെയാണ് ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടെ വരെ താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ മുകളിലും താഴെയും ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെ ഇപ്പുറത്തെ പിഴകത്തിലും നമ്മൾ ചെയ്യുക. അതിനുശേഷം നടുക്കൂടെയുള്ള കുറച്ച് രോമങ്ങൾ കാണുമല്ലോ, അത് കളയേണ്ടവർക്ക് ആ ബ്ലേഡിൻ്റെ സെൻറ്റർ പോർഷൻ അങ്ങനെ ഇതാക്കി ആ ഒരു താഴ്ഭാഗം വരെ അത് കളയുകയും ചെയ്യാം. മുകളിലത്തെ ഭാഗങ്ങളിലെ നെറ്റി അവിടെ ഭാഗത്തിലെ രോമവും വേണമെങ്കിൽ കളയാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ആ നെറ്റിയെല്ലാം. കാരണം നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. പിരികം എഴുതിയപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ഞാൻ എടുക്കുന്നത് വളരെ തിന്നായിട്ടുള്ള രീതിയായിരുന്നു, അപ്പോൾ അതായിരുന്നല്ലോ ഫാഷൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ എടുക്കുന്നത് നല്ല വീതിയിലാണ്. എനിക്ക് തോന്നുന്നത് പണ്ടത്തിനേക്കാട്ടിലും എൻ്റെ ഫേസിന് ചേരുന്ന ഒരിത് കുറച്ച് തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ്. നമുക്കിനിയും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാം. ഞാനിവിടെ റിയാലിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയാണ് പോകാറുള്ളത്. ഇന്ന് നമുക്ക് ഡ്യൂട്ടിയാണ്. സോ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന് ഓർത്തു. മുടിയൊക്കെ ചീകി കെട്ടിവെച്ച് നമുക്ക് പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോകാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഭയങ്കര വണ്ടിത്തിരക്കാണ്. രണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ വരണ്ടേ. ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ ക്രോസ് ചെയ്യുന്ന കാണുമ്പോൾ ഇച്ചിരി റൈഡിങ് സ്കില്ലൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അതാണ് ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടി പോകാറുള്ളത്. ഇവിടെ മുടിയൊക്കെ കെട്ടി ഞാൻ റെഡി ആയിട്ടുണ്ട്. മുടി പൊക്കി പോണിറ്റെയിലും കൂടെ കെട്ടി മടക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി മുടിയെല്ലാം പോയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കാറ്റും കൂടെ അടികൊണ്ട് ലാസ്റ്റ് മുടി ഒന്നും കാണില്ല. തിരിച്ചെത്തുമ്പോഴത്തേനല്ലേ പൊടി പിടിച്ച് ഭയങ്കരമായി കിടക്കും. എങ്ങനെയുണ്ട്? സുന്ദരിയായില്ലേ? ഇപ്പോൾ മുടി കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാൻ ഷുവറായിട്ടും അത് ഷെയർ ചെയ്ത് തരാം. എനിക്ക് ജനറ്റിക്കലി മുടി അങ്ങനെ ആളാണ്. അമ്മയ്ക്കും ചേച്ചിക്കും ആർക്കും, പിന്നെ വല്യമ്മമാർക്കൊക്കെ ഉണ്ട്. അതെന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ പരീക്ഷണങ്ങൾ വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ പർദ്ദ കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് ഷോൾ ഇടണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. നമുക്ക് എന്തായാലും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ആദ്യമേ ഒന്ന് ബ്ലാക്ക് ഇട്ട് നോക്കുന്നുണ്ട്. ഫുൾ ബ്ലാക്കിൽ ഇവിടെ പോകുമ്പം നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വൈറ്റ് നല്ലതാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്കും ഒരു മാച്ചിങ് ആയിട്ടുള്ളതാണല്ലോ. പക്ഷേ അറ്റ് ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്തത് ഏതായിരിക്കും? ബ്ലാക്ക് തന്നെ. ഇത് മടക്കി എടുത്ത് വെക്കുകയാണ്. വലിച്ചു വാരിയിട്ടിട്ട് പോയാൽ ഞാൻ തന്നെ വേണ്ടേ തിരിച്ച് വന്നിട്ട് മടക്കി വെക്കാൻ. സോ മടക്കി വെച്ചിട്ട് പോകാം. ഫൈനലി ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് ഷോളും പർദ്ദയൊക്കെ ഇട്ട്. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഉമ്മച്ചിക്കുട്ടിയുടെ മൊഞ്ചൊക്കെ വന്നിട്ടുണ്ടോ? പോയാലോ? ഗ്രാസൊക്കെ കണ്ടോ എന്ത് വൃത്തിയിൽ നിൽക്കുന്നെന്ന്? ഇപ്പം അവർ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അത് മുഴുവൻ കഴിഞ്ഞുപോയി. ഇവരെല്ലാം ഇതുപോലെ ചെയ്യും, എന്നിട്ടൊന്നും ഫോളോ അപ്പ് ചെയ്യില്ല, മുഴുവൻ നശിപ്പിച്ച് ദൂരെ കളയും. അങ്ങനെ ഗേറ്റ് കഴിഞ്ഞിറങ്ങി. അതാണ് എൻ്റെ ഹോസ്പിറ്റൽ. നമുക്ക് ഈ റോഡിലൂടെ നിരനിരയായി നടക്കാം. ഇവിടെ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. ഇതാണ് മറ്റേണിറ്റി ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിന് നേരെ നമ്മൾ ഈ പോകുന്നിടത്താണ് ഞാൻ പറഞ്ഞില്ലേ 2 റോഡ് ക്രോസ് ചെയ്യാനുണ്ടെന്ന്. ഇതുള്ളിലാണ് കേട്ടോ. ഇത് മറ്റേണിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉള്ളതുകൊണ്ട് അവിടെ കൂടെ കാറുകൾ പോകുന്നതുണ്ടോ, അത് ആ ഒരു റോഡാണ് നമുക്ക് ക്രോസ് ചെയ്യാനുള്ളത്. ഞാൻ ക്രോസ് ചെയ്ത് ഇപ്പറേ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി വളരെ സിമ്പിളാണ്, നേരെ നടന്നു പോവുക. ഇവിടുത്തെ ഈ ഒരു ഏരിയ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഹൈദരാബാദ് ഫീലാണ് വരുന്നത്. അവിടുത്തെ ബിൽഡിങ്ങുകളും ഇതേപോലെയൊക്കെയാണ്.
ഉള്ളിലേക്ക് കയറി ചെറിയ കുഞ്ഞിക്കട പോലത്തതും ഒക്കെ ആയിട്ട് എനിക്ക് എപ്പോൾ ഇതുവഴി പോയെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നത് എടീ ഞാൻ ഹൈദരാബാദിൽ അവിടുത്തെ ആ റോഡിൽ കൂടെ നടക്കുന്നൊരു ഫീലാടി എനിക്ക് കിട്ടാറുള്ളതെന്ന്. ഇതാണ് നമ്മളുടെ ഫയർ റിയാൽ. ഞാൻ അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നു. ഇതേ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇവിടെ. പ്ലേറ്റ് തൊട്ട് നമുക്ക് വേണ്ട എല്ലാ തുണി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴി ഹെർഫിയിൽ ബർഗറിൻ്റെയൊക്കെ മണം എൻ്റെ മൂക്കിൽ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. സോ വരുന്ന വഴി ഞാൻ ബർഗറും വാങ്ങിയിട്ടാണ് പോകുന്നത്. ഞാൻ വാങ്ങിയ സാധനങ്ങൾ നമ്മളുടെ ബർഗറും പെപ്സിയും ഫ്രഞ്ച് ഫ്രൈസും, പിന്നെ ഞാൻ സ്ട്രോബെറിയുടെ ഒരു ചോക്കോ ബാറും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് ഫയർ റിയാലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി കഴിക്കുക, കിടന്നുറങ്ങുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം. ബൈ.